ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് തുകകൾ കൊണ്ടുള്ള പ്രഹസനം മാത്രമെന്ന് പ്രതിപക്ഷം. നിരാശാജനകമായ ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിലെ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് ബഡ്ജറ്റിൽ കഴിഞ്ഞ 4 കൊല്ലവും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുക, ഒന്നും നടപ്പിലായിട്ടില്ല. ഏറ്റവും അതിന് ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതി. മാതൃകാപരമായി നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഈ ഭരണസമിതിയുടെ അഴിമതിയും പിടിപ്പുകേടും കാരണം കഴിഞ്ഞ 3 വർഷമായി അവതാളത്തിലാണ്. തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. ഒരു വികസന പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിൽ, ആസ്തി നിർമ്മാണം ഒന്നും നടക്കുന്നില്ല. ഭവന നിർമ്മാണം ലൈഫ് പദ്ധതി സർക്കാരിന്റെ പദ്ധതിയാണ്. 200 വീടുകൾക്ക് പണം കൊടുക്കാനുള്ള പഞ്ചായത്ത് വിഹിതം കഴിഞ്ഞ തവണ വയ്ക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. ആകെ 85 വീടാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ കൊടുത്തത്. യുവജനങ്ങൾക്ക് കളിസ്ഥലം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. എളനാട് ബസ് സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങിയെടുക്കാനായിരുന്നു തടസ്സം. ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ അതിന്റെ പിന്നാലെ നടന്ന് ഉത്തരവ് വാങ്ങിയെടുത്തു. അതിന്റെ വില നിർണ്ണയിച്ച് കടലാസ് കിട്ടി. ഇതുവരെ ഒരു നയാ പൈസ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി, കളിസ്ഥല നിർമ്മാണത്തിന് വേണ്ടി നീക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പടയന്നൂർ അമ്പലനട ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാക്കും, സ്ഥലം ഏറ്റെടുക്കും പറഞ്ഞു, ഒരു പേപ്പർ നീങ്ങിയിട്ടില്ല. പടയന്നൂർ ബസ് സ്റ്റാൻഡ് വികസനം. അപ്പൊ പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസനത്തിനോ വരുമാന വർധനവിനോ നാടിന്റെ വികസനത്തിനോ വേണ്ടി ഒരു വസ്തുതയും നീക്കി വെക്കാത്ത വെറും തട്ടിപ്പ് ബഡ്ജറ്റാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിനെ പ്രതിപക്ഷം ശക്തിയായി എതിർക്കുകയാണ്. തുടർന്ന് ഈ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെതിരായി അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാവുന്നത്. പാശ്ചാത്തല മേഖലയിൽ തൊഴിലുറപ്പിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. നിലവിൽ ഇവിടെ തൊഴിലുറപ്പ് ആകെ അവതാളത്തിലാണ്. ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, ഉദ്യോഗസ്ഥന്മാരില്ല, ആകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നാളിതുവരെയായി ഒരു പ്രവർത്തനവും, ഒരു റോഡോ ഒരു വിവിധങ്ങളായിട്ടുള്ള പാശ്ചാത്തല മേഖലയിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും നടത്താൻ കഴിയാത്ത ഒരു രീതിയിലാണ് കഴിഞ്ഞ 4-5 വർഷക്കാലത്തോളമായി പഴയന്നൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് മേഖലയുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. 2025-26 വർഷത്തെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് വാചക കസരത്ത് മാത്രമാണ് എന്നും വികസനം മുൻകൂട്ടി കണ്ടുള്ള ബഡ്ജറ്റല്ല എന്നും പ്രതിപക്ഷം ഉന്നയിച്ചു. ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് വളരെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി യാതൊരുവിധ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ ST കോളനിയിലേക്ക് പറഞ്ഞ പോലെ യാതൊരു ആനുകൂല്യങ്ങളും ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അവിടെയുള്ള ആവശ്യമായ ഒരു സംഭവം തന്നെ അവർക്ക് കിട്ടാറില്ല. കട്ടിലോ വാട്ടർ ടാങ്കോ, അതിപ്പോ ഈ അവസാന കാലഘട്ടത്താണ് വെച്ച് തലേ ദിവസം അവസാനിപ്പിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഇവർ ഇത് വെക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പൊ കുടിവെള്ളം 2-3 ദിവസമായിട്ട് മോട്ടർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തേക്ക് അറിയിച്ചിട്ട് നാളെ ഈ 2-3 ദിവസമായിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരുടെ മോട്ടർ ശരിയാക്കാൻ പഞ്ചായത്ത് ഇടപെട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇത്ര ദിവസമായിട്ട് അവർ വന്നിട്ടില്ല. അവരിവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു അനക്കും ഇവിടുന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തിരുമണിയിൽ കുടിവെള്ള പദ്ധതിക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറയല്ലാതെ അവർക്ക് ഇതുവരെ അവിടെ ഒരു കുഴൽക്കിണർ അടിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെയുള്ള ആളുകളെല്ലാം പാടെ ഇവിടേക്ക് പ്രതിഷേധമായിട്ട് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ പൂർണ്ണമായി എതിർക്കുന്നു. മുൻപ് പ്രഖ്യാപിച്ച പല വികസന പദ്ധതികളും നടപ്പിലാക്കാതെ അതേ പദ്ധതികൾ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് പൊതുജനങ്ങൾക്കായി ഇത്തവണയും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അവതരിപ്പിച്ചത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. 4 വർഷക്കാലമായിട്ട് തൊഴിലുറപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതിനു മുൻപൊക്കെ എങ്ങനെയായിരുന്നു അറിയോ, ഓരോ വാർഡിലും 100 തൊഴിൽ ദിനം തയ്ക്കുന്നതിന് വേണ്ടി ഭരണസമിതി നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ഈ 4 വർഷമായിട്ട് 50 പണി പോലും നേരെ ചെയ്ത് കൊടുക്കാൻ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം ഞാൻ ആ ഭാഗത്ത് നിന്ന് വന്ന ഒരു മെമ്പറാണ്. തൊഴിലുറപ്പിലൂടെ വന്നതാണ് ഞാൻ. കുടുംബശ്രീയിലൂടെയൊക്കെയാണ് ഞാൻ ഈ വാർഡ് മെമ്പറായിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് തൊഴിലുറപ്പിലൂടെ വ്യക്തിപരമായിട്ട് വിഷമമുള്ള വ്യക്തികൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു 100 പണി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമ്പോൾ 50 പണി പോലും തികയാൻ ഈ 22 വാർഡിൽ കഴിഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് മത്സരമായിരുന്നു. 100 പണി തികയുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിനു മുൻപ്.
ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ മെമ്പർമാർ ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയുള്ള പ്രതികരണം ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇന്ന്. അതിശക്തമായിട്ട് തന്നെ ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ എതിർക്കുകയാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരു തരത്തിലും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. ജനങ്ങളെ കോമാളിയാക്കുന്ന രീതിയിൽ അല്ലേ, പ്രഹസനമായി മാത്രം ബഡ്ജറ്റിലെ തുകകൾ എഴുതി ചേർത്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. കാരണം എടുത്തു പറയേണ്ടതായിട്ട് നമ്മുടെ ലൈഫ് ഭവന മിഷൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി സമയത്ത് 400ഓളം വീടുകൾ കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി UDF ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ തികച്ചും 200 വീട് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ 90 ദിവസം കൂലി ആ ഉടമസ്ഥന് കൊടുക്കുന്നുണ്ട്. ആ 90 ദിവസത്തെ കൂലി, ഒരു ദിവസത്തെ കൂലി പോലും ചേർത്തി കൊടുക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത്, വീട് കിട്ടിയവർക്ക് 90 ദിവസത്തെ കൂലിയുണ്ട്, സർക്കാർ പറയുന്നതാണ്. ആ 90 ദിവസത്തെ പണിക്കൂലി ഒരു ദിവസം പോലും മസ്റ്റോൾ അടിച്ചു കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല. പണിയെടുത്ത കൂലി കിട്ടാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എഗ്രിമെന്റ് വയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അവതാളത്തിലായിരിക്കുകയാണ് പഴനി ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ അവതാളത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിർക്കുകയാണ്. നമ്മുടെ നെൽകൃഷിക്കൊക്കെ പ്രാധാന്യം ഒരുപാട് നൽകിയിട്ടാണ് ഈ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. സർക്കാർ ഓർഡറുണ്ട് പന്നിശല്യം, കാട്ടുപന്നിശല്യത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാമെന്ന്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ പഴയ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടനവധി കർഷകർക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരു സംഭവമാണ് കാട്ടുപന്നി ശല്യം. ഈ കാട്ടുപന്നിയെ അതിൻ്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾക്ക് പന്നിയെ വെടിവെച്ച് കൊല്ലാമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ട് ആ നിർദ്ദേശത്തെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്ത് രീതിയിലാണ് ഈ കർഷകർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ബഡ്ജറ്റിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു തരത്തിലും വികസനം തൊടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടുള്ള ഈ പഞ്ചായത്തിലെ ബഡ്ജറ്റ് അതിശക്തമായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ എതിർക്കുകയാണ്. CCV ന്യൂസ്, പഴയന്നൂർ.